കഴിഞ്ഞ ബുധനാഴ്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സും ബോസ്നിയയും തമ്മിലുള്ള ഫുട്ബോൾ മാച്ചിൽ യു എസിൻ്റെ ഫുട്ബോൾ പ്ലെയറായ യു എസിൽ സോക്കർ എന്നാണ് പറയുന്നത്. യു എസിലെ ഫുട്ബോൾ എന്ന് പറയുന്നത് മറ്റൊരു ഗെയിമാണ്. അപ്പോൾ ഈ സോക്കർ പ്ലെയറായ ഫോളറിൻ ബാലഗൻ അദ്ദേഹം ഈ ബോസ്നിയയുടെ താരിഖ് മൊഹാറമോവിക് എന്ന പ്ലെയറുടെ കാലിൽ ആക്സിഡൻ്റലി തട്ടിയതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും അത് കാരണം അവരുടെ ആ ഫുട്ബോളിൻ്റെ റെഫറി അദ്ദേഹത്തിന് ഒരു റെഡ് കാർഡ് കൊടുത്തു. അതായത് യു എസ് അഡ്വാൻസ് ചെയ്യും, അടുത്ത ലെവലിലേക്ക് അഡ്വാൻസ് ചെയ്താൽ ഈ ഫോളറിൻ ബാലഗൻ എന്ന് പറയുന്ന പ്ലെയർ ആ ഒരു മാച്ചിൽ പങ്കെടുക്കാൻ പാടില്ല എന്നതായിരുന്നു. എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത് വളരെ അൺഫെയർ ആണെന്ന് തോന്നി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു പ്രസ് മീറ്റിൽ തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്. അതായത് എനിക്ക് എല്ലാ തരത്തിലുള്ള സ്പോർട്സിനെ പറ്റി നല്ല വിവരമുണ്ട്. ഇത് ശരിക്കും ആക്സിഡൻ്റലി പറ്റിയ ഒരു കാര്യമായിരുന്നു. ഒരിക്കലും ഈ ഫോളറിൻ ബാലഗൻ എന്ന് പറയുന്ന പ്ലെയറിന് ഇത്തരത്തിൽ ഒരു റെഡ് കാർഡ് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇതിൻ്റെ റെഫറിയെ തനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ റെഫറിയുടെ പാസ്റ്റ് തനിക്ക് അറിയാവുന്ന ഇതാണ്. ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റ് മീഡിയയ്ക്ക് അറിയത്തില്ലെങ്കിൽ താൻ വേണമെങ്കിൽ പറഞ്ഞു തരാം എന്നൊക്കെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. അതിനുശേഷം ഫിഫയോട് താൻ ഇപ്രകാരം പറഞ്ഞു. അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു റെഡ് കാർഡ് പിൻവലിക്കുന്ന തരത്തിൽ പിൻവലിക്കണമെന്ന് അദ്ദേഹം നേരിട്ട് പറയുന്നില്ല, റിവ്യൂ ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത്. ഫിഫയോട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോളറിൻ ബാലഗന് ൻ്റെ മുകളിലുള്ള ഒരു പണിഷ്മെൻറ്റ് റിവ്യൂ ചെയ്യണമെന്ന് പറയുന്നു. ഉടൻ തന്നെ ഫിഫ അത് റിവ്യൂ ചെയ്യുകയും ഇത് പിൻവലിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അദ്ദേഹം ഫിഫയോട് താങ്ക് യു പറയുന്ന ഒരു പോസ്റ്റും അദ്ദേഹം ഇടുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു മാച്ച്, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു മാച്ച് നടക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ബെൽജിയവുമായിട്ടുള്ള ഒരു മാച്ച് നടക്കുന്നു. ഇതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദയനീയമായി പരാജയപ്പെടുന്നു. ഇത്തരത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ യു എസിനെ സഹായിച്ചിട്ടും ഇത്തരത്തിലുള്ള ഒരു തോൽവി ഉണ്ടായി. എന്നാൽ ഇപ്പോൾ മീഡിയ പരക്കെ ചർച്ച ചെയ്യുന്ന കാര്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്രകാരം ഇടപെടാൻ പാടുണ്ടോ എന്നാണ് ചർച്ച ചെയ്യപ്പെടുന്നത്.